സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് പരിശുദ്ധ റമദാൻ എന്ന മഹത്വപൂർണമായ മഹത്വങ്ങൾ നിറഞ്ഞ അതിഥി കയറി വരികയാണ്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അവരുടെ മനസ്സിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധമായ ഒരു മാസം. ആ മാസത്തെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനുമുള്ള തയ്യാറെടുപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മാനസികമായി അതിനെ സന്തോഷപൂർവം വരവേൽക്കുവാനുള്ള കൃത്യമായ തയ്യാറെടുപ്പാണ് വിശ്വാസികൾക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. സന്തോഷമാണ് ഒരതിഥി വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാറുള്ളത്. നമുക്ക് ഏറെ താൽപര്യമുള്ള, നാം ഏറെ സ്നേഹിക്കുന്ന, നാം ഏറെ ഇഷ്ടപ്പെടുന്ന, പിരിയരുതിൽ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത്, അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ വിശ്വാസികൾക്ക് വല്ലാത്തൊരു സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വളരെയേറെ പ്രതീക്ഷയും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയും നിറഞ്ഞു നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. പരിപൂർണമായ ആരോഗ്യത്തോടുകൂടി റമദാനിലെത്താൻ സാധിക്കുക എന്നത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അല്ലാഹു തന്നെ നമുക്കത് കനിഞ്ഞരുളി തന്നാലേ ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെ ആ മാസത്തെ സമ്പൂർണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മാസത്തിലൂടെ പുണ്യങ്ങളുടെ കവാടങ്ങളിലൂടെ അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ മാത്രമല്ല ഏതൊരു പുതിയ മാസപ്പിറവി കാണുന്ന നേരത്തും അവിടുന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പക്ഷേ അതൊക്കെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമാണെന്ന് വല്ലാത്തൊരു ദുഃഖസത്യമാണ്. ഒരു ഹിലാല് കാണുമ്പോൾ, നിലാവ് കാണുമ്പോൾ, ചന്ദ്രപ്പിറ കാണുന്ന നേരത്ത് റമദാനിന്റെ മാത്രമല്ല 12 മാസപ്പിറവി കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ്. ചില റിപ്പോർട്ടുകളിൽ ഇലാ റുഷ്ദിൻ വഖൈർ. അല്ലാഹുമ്മ അല്ലാഹുവേ അഹില്ലഹു അലൈനാ, നീ ആ മാസത്തെ ഞങ്ങൾക്ക് ഉദിപ്പിക്കണമേ, അഥവാ ഞങ്ങളെ ആ മാസത്തിൽ നീ പ്രവേശിപ്പിക്കണം. ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം, നിർഭയത്വത്തോടുകൂടി അമ്ന്, നിർഭയത്വം, വൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം, ഈമാനിന്നൊരു ഭംഗവും വരാത്ത തരത്തിലുള്ള കറകളഞ്ഞ ഈമാൻ, വസ്സലാമതി, സുരക്ഷിതത്വം, ആഫിയത്ത്, ആരോഗ്യം, എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വം, ശാരീരികവും മാനസികവുമായുള്ള സുരക്ഷിതത്വം, വൽ ഇസ്ലാം, ഇസ്ലാമും. 4 കാര്യങ്ങൾ ചോദിച്ചു. ഓരോ മാസങ്ങളിലേക്കും പ്രവേശിക്കാൻ ഒരുങ്ങുന്ന മാസപ്പിറ കാണുന്ന വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചു. അമ്ന് വേണം അല്ലാഹ്, ഈമാൻ നിലനിർത്തണേ അല്ലാഹ്, സലാമത്താക്കണേ അല്ലാഹ്, ഇസ്ലാം നിലനിർത്തണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കത്തിലും ഹിലാല് കാണുന്ന വേളയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം പറയും, റബ്ബീ വറബ്ബുക്കല്ലാഹ്, എന്റെയും നിന്റെയും ഒക്കെ രക്ഷിതാവ് അല്ലാഹുവാണ്. ഇത് ചന്ദ്രനെ നോക്കി പറയുന്നതാണ്.
അത് ചന്ദ്രൻ കേൾക്കുമെന്ന നിലക്കല്ല, നമ്മെ പഠിപ്പിക്കാണ്. പൂനിലാവ് പൊഴിക്കുന്ന ഈ ചന്ദ്രനും മാസങ്ങളുടെ തുടക്കമായി കണക്കാക്കുന്ന ഈ ചന്ദ്രനിലാവുമൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. ഞാനും നീയുമൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. എന്റെയും നിന്റെയും രക്ഷിതാവ് അള്ളാഹുവാണ്, റബ്ബ് അവനാണ്. ആ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയും എല്ലാം ഇവിടെ മഖ്ലൂഖുകളാണ്. റബ്ബ് ഒരുവനേയുള്ളൂ എന്ന ഏകത്വത്തിന്റെ തൗഹീദിന്റെ കൃത്യമായ പ്രഖ്യാപനം ഓരോ വേളകളിലും ഓരോ മാസത്തിലും വിശ്വാസികൾ അതിലൂടെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതെല്ലാ മാസങ്ങളിലും മുസ്ലിമീങ്ങൾ ഒരു സമ്പ്രദായമായി കൊണ്ടു നടക്കേണ്ടുന്ന ദുആയാണ്. പക്ഷേ ഞാനും നിങ്ങളും ആലോചിക്കുക, നമ്മിൽ എത്ര പേർക്ക് ഈ പ്രാർത്ഥന അറിയാം? നാം എത്ര പേർ നിലാവ് കാണുന്ന വേളകളിൽ, ചന്ദ്രപ്പിറ കാണുന്ന വേളകളിൽ, ഓരോ പുതുമാസപ്പിറവികളും കാണുന്ന സന്ദർഭങ്ങളിൽ നാം ഇത് പ്രാവർത്തികമാക്കാറുണ്ട്? ആലോചിക്കണം, നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. റമളാനിൽ അതൊരു തുടക്കമാവട്ടെ. എല്ലാ നന്മകൾക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസം. അതേ, ആ മാസപ്പിറ കാണുന്നത് മുതൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിലാൽ എന്ന് പറയുന്നതാണ് ഇബാദത്തിന്റെ മാനദണ്ഡമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് അളവുകോൽ. മാസം മാറുന്നത് അങ്ങനെയാണ് ഇസ്ലാം കണക്കാക്കുന്നത്, പിറ കാണുന്നതോടുകൂടി. നിങ്ങൾ 29 മാസപ്പിറവി കണ്ടാൽ ആ മാസം അതാ അവസാനിച്ചു കഴിഞ്ഞു എന്ന് കണക്കാക്കാം. പിന്നീട് റമളാൻ ഒന്നായി പ്രഖ്യാപിക്കാം. അതല്ലെങ്കിൽ മാസപ്പിറ കാണുന്നില്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കിയിട്ട് പിന്നീട് റമളാൻ 1 കണക്കാക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുക, അമ്നും നിർഭയത്വവും ഈമാനും ഇസ്ലാമും സലാമത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായി കിട്ടണം നമുക്ക് ആ മാസത്തെ. എങ്കിലേ ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. ആ നന്മ ലഭ്യമാകുവാൻ അവസരം കിട്ടുന്നവർ സൗഭാഗ്യവാന്മാർ. അതിന് അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് വേണം, അതിനുവേണ്ടി തേടണം. എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. കഴിഞ്ഞ റമളാനിലുണ്ടായിരുന്ന എത്രയോ പേർ ഇന്ന് നമ്മുടെ കൂടെയില്ല. അവർ ഖബറുകളിലാണ്. അല്ലാഹു അവരുടെ ഖബറുകൾക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഖബറിൽ അല്ലാഹു ശാന്തി ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമുക്കും സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥിയെ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിറഞ്ഞ മനസ്സോടെ അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, ആളുകളൊക്കെ റമളാനിൽ എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ഒരു നാളിന്റെ കൊല്ലമായിട്ട് തുടങ്ങിയ ചർച്ചയാണ്. എന്താ ചർച്ച? റമളാനെത്തുമ്പോൾ വല്ലാത്ത റമളാനാ വരാൻ പോകുന്നത്. പേടിപ്പിക്കുക, എല്ലാവർക്കും പേടിയെ. എന്താ പ്രശ്നം? ഒരുപാട് കാലങ്ങൾക്കപ്പുറം ഇല്ലാത്ത ദീർഘമായ പകലുകളാ ജനങ്ങളെ വരുന്നത്. 10, 15, 16 മണിക്കൂർ പട്ടിണി കിടക്കണം. 45, 45, 47, 9 ഡിഗ്രി ചൂടും. ഇതാണ് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് നല്ല സന്തോഷമാണ് വരുന്ന അതിഥിയെ കുറിച്ചുണ്ടാവുക. നല്ല താല്പര്യമല്ലേ സഹോദരങ്ങളെ ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് പോകരുത്. നമ്മുടെ മനസ്സിൽ ഈ എവിടെയെങ്കിലും അങ്ങനെ ചർച്ചകൾ കേട്ടാൽ തന്നെ ചെവി കൊടുക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഈമാൻ വർദ്ധിക്കണം. ഏതും നേരിടാൻ ഞാൻ സജ്ജനാണ്, എന്റെ റബ്ബെനിക്കതിന്റെ ഈമാനുള്ള കരുത്ത് തരട്ടെ എന്ന പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടായിത്തീരേണ്ടത്. എത്ര സുദീർഘമായ പകലുകൾ വന്നാലും, എത്ര രൂപത്തിലുള്ള ദാഹം വന്നാലും വിശപ്പ് വന്നാലും അല്ലാഹ് അതിന് ആഫിയത്ത് വരേണ്ടത് നീയാണ്. നീ വിചാരിച്ചാലെല്ലാം നിസ്സാരമാണ്, എല്ലാം നിസ്സാരമാണ്. എന്തിനേയും എനിക്ക് എളുപ്പമാക്കി തരേണ്ടത് നീയാണ്. അല്ലാഹുവേ, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് നിന്നെ ഓർക്കാൻ, നിനക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അതേ ഈമാനോടെ ഇഹ്തിസാബോടെ ഇബാദത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ നോമ്പെടുത്താൽ എങ്ങനെ 2 ഉപാധികൾ പറഞ്ഞു. ഈമാനൻ, വിശ്വാസത്തോടുകൂടി, വിശ്വാസത്തോടെ നോമ്പെടുക്കണം. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈമാനൻ ബില്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം
الصوم عليه അല്ലാഹു അവന് നോമ്പ് നിർബന്ധമാക്കിയതിൽ നല്ല തൃപ്തിയോടെ. നിർബന്ധമാക്കിയില്ലേ, കുടുങ്ങിപ്പോയില്ലേ, ഈ പരീക്ഷക്കാർ എന്ത് ചെയ്യാനാ? സ്വാഭാവികമായിട്ട് റമദാൻ വന്നു, അള്ളാഹ് ആഫിയത്ത് തരണമെങ്കിൽ ഈ മാസത്തിൽ നമ്മൾ ജീവിക്കും വേണം. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, ഭക്ഷണം കിട്ടൂല, കുടുംബങ്ങൾക്കൊക്കെ നോമ്പ് കാണും, വീട്ടിൽ നിന്നാണെങ്കിൽ ഭാര്യ ചോറും തരൂല, എല്ലായിടത്തും മൊത്തം അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെ കൂടിക്കൊടുക്കുക, അല്ലാതെ എന്താ ചെയ്യാം? മുസ്ലിം ആയി പോയത് രാജ്യത്ത് പുറത്തു പോകാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും ഏതെങ്കിലും ഒരു നിലക്ക് സുഹൃത്തുക്കളെ നമ്മുടെ കൽബിന്റെ എവിടെയെങ്കിലും ഒരു തരി ഇങ്ങനെ ഒരു നോമ്പ് നിർബന്ധാക്കി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു വിയോജിപ്പില്ല, എന്നാൽ ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല എന്നാരെങ്കിലും പറഞ്ഞാലോ കാഫിറായി. ചിലപ്പോ ആളുകൾ പറയാറുണ്ട്, വ്യക്തിപരമായിട്ട് പറയാനെങ്കിൽ ഈ 10-16 മണിക്കൂർ ആമാശയത്തിൽ ഒന്നും കടത്താതെ നോമ്പ് എനിക്കതിനോട് വലിയൊരു യോജിപ്പില്ല, അപ്പൊ മുസ്ലിമായി പോലെ നമ്മൾ ചെയ്യാറ് നിൽക്കില്ലല്ലോ, അപ്പ കാഫിറായി. ഒരു വർക്കാനുണ്ടാകാൻ പറ്റില്ല. ഈമാനൻ ബില്ലാഹ് മൻ ഖാമ റമദാന ഈമാന, വിശ്വാസം നല്ല ഉറവുള്ളവനെ പറ്റൂ. ഈമാനൻ വിശ്വാസത്തോടെ, അതാ പറഞ്ഞത് ഈമാനൻ ബില്ലാഹ് അല്ലാഹുവിന്റെ അടിയുറച്ച വിശ്വാസം. വരിദൻ ബിഫർളിയത്തി സ്വൗമി അലൈഹി, അവന്റെ മേൽ അല്ലാഹ് നോമ്പ് നിർബന്ധമാക്കിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്. എന്നിട്ട് ലം യകുൻ കാരിഹൻ ലിഫർളിഹി, അല്ലാഹ് നിർബന്ധമാക്കിയതിൽ അവൻ ആരുടെ ശതമാനം പോലും മനസ്സിലൊരു വെറുപ്പ് തോന്നരുത്. പിന്നെ പറഞ്ഞതെന്താണ്? പ്രതിഫലയോടെ അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ പ്രതിഫലവും ആഗ്രഹിക്കണം. ഇഖ്ലാസിന് ഭംഗം വരുന്ന നിലക്ക് ഏതെങ്കിലും ഒരു തരി ആരുടെയെങ്കിലുമൊക്കെ ഇടയിൽ ഞാനിങ്ങനെ ജീവിക്കുമ്പോ ആളെ കാണിക്കാനെങ്കിലും ഒന്ന് നോമ്പെടുത്തേ പറ്റൂ എന്നെങ്കിലും തോന്നിപ്പോയാലും നോമ്പ് ബാത്തിലാണ്, പ്രയോജനമില്ല. സമ്പൂർണ്ണ ഈമാൻ, സമ്പൂർണ്ണ ഇഖ്ലാസ് അതുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ പറയുന്നു, അല്ലാഹുവിന്റെ വഹയോടെ അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ചു, മൻ ഖാമ റമദാന സാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ഈമാനോടെ പ്രതിഫലത്തോടെ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. വൻപാപങ്ങൾ പൊറുക്കപ്പെടൂല, ചെറുപാപങ്ങളാ ഉദ്ദേശം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅതി വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ തുനിബത്തിൽ കബായിർ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. 5 നിസ്കാരങ്ങൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ 5 നേരത്തെ നിസ്കാരം, ഒരു ളുഹ്ർ, ഒരു അസർ, മഗ്രിബ്, ഇങ്ങനെ 5 നിസ്കാരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ആ പാപം പൊറുക്കാനുള്ള ഒരു നിമിത്തമാണ്. ളുഹ്ർ കഴിഞ്ഞ് അസരസ്കരിക്കുമ്പോൾ അതിന്റെ ഇടക്കുണ്ടായ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അസർ കഴിഞ്ഞ് മഗ്രിബിലെത്തുമ്പോൾ അതിനിടക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഇങ്ങനെ 5 നേര നിസ്കാരങ്ങൾ അവർക്കിടയിൽ വരുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ തന്നെ ഒരു ജുമാ മറ്റൊരു ജുമാക്കിടക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു വെള്ളി കഴിയുന്നു, അടുത്ത ജുമാ വരുന്നു, അതിന്റെ ഇടക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ തന്നെ ഒരു റമദാൻ അടുത്ത റമദാനിന്റെ ഇടക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. അതേ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പാപങ്ങൾ പൊറുക്കുന്ന പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞത് ഗൗരവത്തോടെ മനസ്സിൽ കൊണ്ട് കിടക്കുക. വൻപാപങ്ങൾ വെടിയുന്നിടത്തോളം, വൻപാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ പറയുന്നത്. വൻപാപങ്ങൾക്കിതൊന്നും പരിഹാരമല്ല, വൻപാപങ്ങൾക്ക് പരിഹാരമല്ല. ളുഹ്ർ കഴിഞ്ഞ് ഒരു ഹറാമ് ചെയ്തു, ആരും വിചാരിക്കണ്ട അസംസ്കരിക്കുന്നതോടുകൂടെ ഇറങ്ങി പൊറുക്കപ്പെട്ടു പോകും. അസർ കഴിഞ്ഞു മഗ്രിബിന്റെ അടുത്ത് വൻപാപം ചെയ്തു, ആരും വിചാരിക്കണ്ട മഗ്രിബോടുകൂടെ ഈ പാപമാണ് പൊറുക്കപ്പെട്ടോളും. ഒരാഴ്ചക്കുള്ളിൽ
കഴിഞ്ഞ ജുമാക്കിടക്കുള്ള പാപങ്ങളൊക്കെ ഇതോടെ പൊറുക്കപ്പെട്ടോളുമെന്ന് വിചാരിക്കണ്ട. ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാനിന്റെ അടുത്തുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ വൻപാപങ്ങൾക്ക് പരിഹാരമല്ല, വൻപാപങ്ങൾക്ക് അത് എണ്ണിപ്പറഞ്ഞ റബ്ബിനോട് പ്രത്യേകമായി തൗബ ചെയ്യുക എന്ന് വേണം. കേരിച്ച് പശ്ചാത്തലിച്ച് മടങ്ങുന്നവർക്ക് ഞാൻ വളരെയേറെ പൊറുപ്പ് കൊടുക്കുന്ന ഗഫാറാണ് ഞാനെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ രേഖപ്പെടുത്തുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മുടെ ചെറുദോഷങ്ങൾക്കാണ് പരിഹാരം. വൻപാപങ്ങൾ ഓർക്കണം, ഓർത്ത് റബ്ബിനോട് ഇങ്ങനെ പറയണം. ക്ലീനായ മനസ്സോടെ റമദാനിലേക്ക് എത്തണം, ക്ലീനായ മനസ്സോടെ റമദാനിലെത്തണം. നല്ല കാര്യം ചെയ്യാൻ തോന്നണമെങ്കിൽ പോലും കഴുതിൽ നിന്ന് കറകൾ പോകണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. നല്ലത് ചെയ്യാൻ തോന്നണമെന്നുണ്ടെങ്കിൽ റമദാനിൽ എത്തിയിട്ടും കാര്യമില്ല സുഹൃത്തുക്കളെ. ഒരു ഉന്മേഷം തോന്നണ്ടേ, ഒരാവേശം തോന്നണ്ടേ, അതിനിപ്പോഴേ മനസ്സ് ക്ലീനാക്കണം. കാരണം ആ ലൈറ്റ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇരുത്തവിടുന്ന് പോകണം. ആ ഇരുട്ട് പോകാൻ ആ ലൈറ്റ് വരണ്ടേ എന്ന് കഴുകിക്കളയണം, വൃത്തിയാക്കണം. മഹാനായ ഹസൻ ബസരി റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, രാത്രി നിസ്കരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും കിടക്കും ഞാൻ, പലപ്പോഴും എഴുന്നേൽക്കുന്നില്ല ഞാൻ. അവിടുന്ന് പറഞ്ഞതെന്താറിയോ? കയ്യടത്തൊക്കെ വെനൂബുക്ക, നിന്റെ പാപങ്ങളാണ് നിന്നെ ചങ്ങലക്കിടുന്നത്. എഴുന്നേൽക്കാതെ നിന്റെ കയ്യും കാലും നിന്റെ ബെഞ്ചിൽ നിന്നെ ഇടുന്നത്, നിന്നെ എഴുന്നേൽപ്പിക്കാതിരിക്കുന്നത്, ആ നന്മ ചെയ്യാൻ നിനക്ക് തൗഫീഖ് കിട്ടാത്തത്, ആ നന്മയിലേക്ക് ഉയരാൻ നിനക്ക് കഴിയാത്തത്, നിന്റെ പാപങ്ങളാണ് നിന്നെ ചങ്ങലക്കിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ റമദാനിൽ എത്തിയിട്ടും കാര്യമായ സുഹൃത്തുക്കളെ, അതിന്റെ മുമ്പേ റമദാനിന്റെ ആദ്യ രാത്രി എത്തുന്നതിന്റെ മുമ്പേ ഇപ്പോൾ തന്നെ മനസ്സുകളെ ക്ലീനാക്കി പാപകറകളിൽ നിന്ന് ശുദ്ധമായിക്കൊണ്ട് റമദാൻ എന്ന വലിയ അത് മാനിച്ച് സ്വീകരിച്ച് വളരെ കൃത്യമായി അതിനെ വരവേറ്റ് ഏറ്റവും മുന്തിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ ഇപ്പോഴേ മനസ്സിൽ നിന്ന് ആ കറയൊക്കെ ഒഴിവാക്കണം. മനസ്സിൽ നിന്ന് കറകൾ മുഴുവൻ കളയണം. അങ്ങനെ റമദാനിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു അതിനെ നിശ്ചയിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാക്കും റമദാൻ ശഹ്റുൻ മുബാറക്. വിശുദ്ധ റമദാൻ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷവാർത്ത അറിയിച്ച വിശുദ്ധ റമദാൻ വരികയാണ്. അത് മുബാറക്കായ മാസമാണ്, ഏറ്റവും ബറക്കത്തുള്ള മാസമാണ്. എന്താ ബറക്കത്തിന്റെ നിമിത്തം? കാരണം എന്താണ്? ഒന്ന്, ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അല്ല നിങ്ങൾക്ക് ആ മാസം മുഴുവനും നോമ്പെടുക്കൽ ഫർളാക്കിയിരിക്കൽ. അത് നമ്മളോട് അല്ല ചെയ്തൊരു കാരുണ്യാണ്. ഫർളാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല. എത്ര പേർക്ക് ശഅബാനിൽ സുന്നത്ത് നോമ്പുകൾ എടുത്തു? വേണമെങ്കിൽ എടുക്കാൻ, വേണ്ടെങ്കിൽ എടുക്കാനായപ്പോ നമ്മൾ വേണ്ട വെച്ചു. നിർബന്ധമാക്കിയാലോ നമ്മളത് ചെയ്യും. അതെന്നെ റബ്ബ് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എന്ത്? ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അല്ലാഹു നിങ്ങൾക്ക് ആ നോമ്പ് നിർബന്ധമാക്കി. അതുകൊണ്ട് നമ്മളൊക്കെ അത് ചെയ്യും, നിർബന്ധമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ തഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, വാനലോകത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെടുകയായി. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ നരക കവാടങ്ങൾ ആ മാസത്തിൽ കുട്ടിയടക്കപ്പെടുകയാണ്. പിശാചുക്കൾ ബന്ധനസ്ഥരാവുകയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ പുണ്യകരമായ രാത്രി അതിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിന്റെ പുണ്യമെങ്ങാനും ആ മാസത്തിന്റെ പുണ്യമെങ്ങാനും ആ മാസം എത്തിച്ചേർന്നിട്ടും അത് ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളഞ്ഞവനേക്കാൾ ഹതഭാഗ്യം ലോകത്ത് വേറെ ആരുമില്ലല്ലോ. അതിൽ നഷ്ടപ്പെട്ടവന്റെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആ ദിവസമായി കഴിഞ്ഞാൽ വിളിയാളമുണ്ടാകും. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോളൂ, തിന്മയുടെ ആളുകളെ പിന്നോട്ട്. ഒന്ന് നിർത്തിവെക്കലില്ല, തോന്നിവാസങ്ങളൊന്ന് നിർത്തിവെക്ക്. നന്മയുടെ ലോകത്തേക്ക് കടന്നു വന്നു. അല്ലാഹു ഏറ്റവും കൂടുതൽ ആ നരകമോചനത്തിന് ഏർപ്പാട് ചെയ്തിട്ടുള്ള മാസമാണത്. റഹ്മത്ത് വഴി നൽകുന്ന മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്, നരകവിമുക്തിക്ക് പ്രത്യേകമുള്ള മാസമാണ്. അതുപോലെ തന്നെ ഏത് സൽക്കർമ്മങ്ങൾക്കും, പ്രത്യേകിച്ച് ഉംറ, ഒരാൾക്ക് റമദാനിൽ ഉംറ ചെയ്യാൻ സാധിച്ചാലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറത്തുൻ ഫീ റമദാൻ തഅദിലു ഹജ്ജതൻ മഈ. ഉംറത്തുൻ ഫീ റമദാൻ, റമദാനിലെ ഒരു ഉംറ തഅദിലു, ഇടപിടിക്കും,
അത് കിടപിടിക്കും ഏതിനോട്? ഹജ്ജത്തൽ മഈ, എന്നോടൊന്നിച്ചുള്ള ഒരു ഹജ്ജിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ കഴിയുക, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തത്തുല്യമായ പുണ്യമായി റമദാനിൽ ഉംറയെ നിശ്ചയിച്ചപ്പോൾ സാധ്യമാകുമെങ്കിൽ അതും ചെയ്യേണ്ട മാസമാണ്. അങ്ങനെ ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള തീരുമാനം, പ്രത്യേകിച്ച് റമദാൻ വരുന്നതിന്റെ മുമ്പേ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ നോക്കുക. അങ്ങനെയുള്ള നമ്മളെല്ലാവരും ഭയങ്കര തിരക്കാണ്. റമദാനാകുമ്പോൾ കുറച്ച് തിരക്ക് കുറക്കാൻ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവും. മുമ്പേ ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ മാസത്തില് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിവൃത്തിയില്ല. അതല്ല, ഇപ്പൊ കുറച്ച് ഒരാഴ്ച കൊണ്ടൊന്ന് ശ്രമിച്ച് ഒന്ന് ധൃതിപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറായി എട്ടുമട്ടുമൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് തർത്തീവാക്കി വെച്ചാൽ റമദാനിലേക്ക് കുറച്ച് ഫ്രീ കിട്ടുമെന്ന് തോന്നുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ മാസത്തെ ഫ്രീ ആക്കാൻ വേണ്ടി ഇപ്പോഴേ ചെയ്യണം. ഷോപ്പിങ്ങുകൾ, പല കാര്യങ്ങൾ, എല്ലാവരും റമദാനാവുമ്പോൾ ആ തിരക്ക് പിടിക്കുക. ആ റമദാനിക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങി കയറി ഫാമിലിയും ഒക്കെ അങ്ങനെ കറങ്ങി ആ അവസാനപത്തായ പ്രത്യേകിച്ചു. പിന്നെ എല്ലാവരും ഇപ്പോഴേ വേണ്ടതൊക്കെ ചെയ്ത് വെച്ചാൽ റമദാൻ ഒന്നും ഇതിന് ആ ചിന്തയുണ്ടാകും. അതൊക്കെ മാറ്റി വെക്കാം, നേരത്തെയൊക്കെ ചെയ്യാം. മിനിങ്ങൾ അങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. അങ്ങനെ ഒരുങ്ങണം ഫ്രീ. ആ മാസം മുഴുവനും എനിക്ക് ഉപയോഗപ്പെടുത്തണം എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ തൗഫീഖ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ മനസ്സുകൾ കഴുകിക്കളഞ്ഞ് വളരെ ആനന്ദത്തോടുകൂടി അല്ലാഹുവിനോട് ആ ദിനങ്ങൾ എനിക്ക് വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സർവ്വലോക പരിപാലകനായ റബ്ബ് ആഫിയത്തോടെ ആ പുണ്യമാസത്തിലേക്ക് നമ്മെ എത്തിച്ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണല്ലോ പ്രധാനുഷ്ഠാനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈമാൻ വളരെ കൃത്യമായി ശുദ്ധീകരിക്കുകയും ആ ഈമാനിൽ ഒരു കലർപ്പം വരാതെ നോക്കുകയും തന്റെ വ്രതം ബാത്തിലായി പോകുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ജാഗ്രതയുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധനം ശുദ്ധിയാണോ എന്ന് പരിശോധിക്കുവാൻ ആവശ്യമായ കണക്കെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. മറ്റൊരവസരത്തിൽ അത് വിശദീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇസ്ലാമിലെ സക്കാത്ത് വളരെയേറെ മഹത്വത്തോടെ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ഗൗരവമാർന്ന ചിന്തകൾ ഈ അവസരത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാം മാത്രമല്ല നമ്മളെ ഒറ്റ കേൾക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ കേൾക്കുന്നില്ല, അറിഞ്ഞിട്ടില്ല. നമ്മൾ മാത്രം സജ്ജരായാൽ പോരാ. കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഈ അതിഥിയെ സ്വീകരിക്കുവാനുള്ള മാനസികമായി സജ്ജരാക്കേണ്ടതുണ്ട്. അവരോട് പറയണം ഈ മാസത്തിന്റെ മഹത്വം, അവരെ അറിയിക്കണം, വിളിച്ചറിയിക്കണം, നാടുകളിലേക്ക് വിളിച്ചറിയിക്കണം. ഒരു വേള ഓരോ മഹല്ലുകളിൽ നിന്നും നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ ലഭ്യമാവാത്ത ആയിരങ്ങളുടെ പ്രതിനിധികളായിരിക്കും ഇവിടെ ഈ മഹത്തായ പള്ളിയിൽ നിന്ന് ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നാട്ടുകളിലുള്ള ആളുകളോട് പറയണം, വിശുദ്ധ റമദാനാണ് വരുന്നത്. തയ്യാറെടുപ്പിനെ സംബന്ധിച്ചവരെ ബോധവൽക്കരിക്കാൻ നിങ്ങൾ കുറച്ചു സമയം ഫോണിൽ സംസാരിക്കൂ. കുടുംബത്തോട് ഉപദേശിക്കുന്ന നിസ്കാരം കൊണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അവർക്ക് പരിശീലനം നൽകണം, അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. റമദാനിന് വേണ്ടി ഒരുങ്ങാൻ പറയണം. എന്താണ് റമദാനെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് റമദാനിന്റെ നോമ്പ്, ആ കൃത്യമായി നോമ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നോമ്പ് ബാത്തിലാകുക, ഉറച്ചു കളയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. ഏതൊരു ഇബാദത്തും ചെയ്യണമെങ്കിൽ ആ ഇബാദത്ത് കുറ്റമറ്റ നിലയിൽ നിർവഹിക്കാൻ ആവശ്യമായ ഇൽമ് വേണം സഹോദരങ്ങളെ. അതുകൊണ്ട് അറിവ് നേടിയെടുക്കണം. അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മൾ നേടിയെടുക്കണം. കുടുംബങ്ങളോട് അതിനെ സംബന്ധിച്ച് നന്നായി ഗൗരവത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ റമദാനിൽ ചെയ്യണമെന്ന് മുൻകൂട്ടി ഒരു പ്ലാനും പദ്ധതികളും തയ്യാറാക്കണം. ഖുർആൻ ഓതുന്നതിന്, സ്വതക്കകൾക്ക്, ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫണ്ട്, എത്ര ചെറിയ വരുമാനക്കാരനാണെങ്കിലും ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് അവനെക്കൊണ്ട്
കൊണ്ട് കഴിയാവുന്ന ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്യണം. അതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം. പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചു ആലോചനകൾ ഉണ്ടാവണം. നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ കിട്ടാത്ത ആയിരങ്ങൾ, റമളാനാകുമ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരുപാട് വീടുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ടെന്ന ഓർമ്മ വേണം. അവരെ നോമ്പ് തുറപ്പിക്കുവാനുള്ള പദ്ധതികളുമായി സഹകരിക്കണം. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, വളരെയേറെ ദരിദ്രന്മാരായ ആളുകളുടെ മക്കൾക്ക് പെരുന്നാളിന്റെ പുതുവസ്ത്രം കിട്ടാത്ത ആയിരങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെന്നറിയണം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കൊണ്ട് സഹകരിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനും പദ്ധതികളും വിശുദ്ധമായ കല്യങ്ങളുടെ പൂക്കാലമായ സ്വർഗകവാടങ്ങൾ മലർന്ന് തുറക്കപ്പെടുന്ന മാസം വരുന്നതിന്റെ മുമ്പേ നമ്മളൊന്ന് സജ്ജരാവണം. അങ്ങനത്തെ ചില തീരുമാനങ്ങൾ ഇപ്പോഴേ പ്ലാനും പദ്ധതികളൊക്കെ എഴുതി വെച്ച് എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം, ഇത് ബന്ധപ്പെട്ടവരോട് പറഞ്ഞാൽ നന്നായി, നമ്മൾ വെച്ചാലോ കാര്യം നടക്കണ്ടേ? അതുകൊണ്ട് ആ അർത്ഥത്തിലും സഹോദരങ്ങളെ മാനസികമായി നമ്മൾ ഒരുങ്ങണം. കുടുംബക്കാരുടെ കാര്യം ഒരു കുടുംബത്തിന്റെ നായകനാണ് ആ ഉത്തരവാദിത്തമുള്ളത്. ഒരാൾ തന്റെ വീട്ടിലെ നായകനാണ്. തന്റെ കീഴിലുള്ള തന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് കുടുംബനാഥൻ ചോദിക്കുകയെന്ന് ചെയ്യും. ഞാൻ റമളാനെ കുറിച്ചൊക്കെ സജ്ജായി, മോള് സജ്ജായിട്ടുള്ള വേഷങ്ങളും അങ്ങനെ തന്നെയാണ്. മകൻ സജ്ജമായുമല്ല, അവനിപ്പോഴും ഗെയിമിലും സിനിമയിലും കമ്പ്യൂട്ടറിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെയാണെന്ന് പറഞ്ഞത് കാര്യമില്ല. അതൊന്നും ചിന്തിക്കേണ്ട നേരമല്ല. ഗൗരവമാർന്ന നിലക്ക് കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങളിലൂടെ കുടുംബത്തെ കൂടി സജ്ജമാക്കിക്കൊണ്ട് എല്ലാവരും പുണ്യമേറിയ ദിവസങ്ങളാ വരാനിരിക്കുന്നത്. ആ പ്രതീക്ഷയും അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു ആഹ്ലാദവും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലുമൊക്കെ അലയടിക്കുന്ന നിലക്ക് ആവശ്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നൽകാൻ കുടുംബനാഥന്മാർ ബാധ്യസ്ഥരാണ്. കാരണം കുടുംബത്തിന്റെ നേതൃത്വം ആ നായകൻ തന്നെയാണ്. വല്ല വീഴ്ചയും വന്നാൽ ഒരാളെ സംബന്ധിച്ച് നാഥൻ ചോദിക്കപ്പെടുമെന്ന ഗൗരവത്തോടുകൂടിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നീ അവസരത്തിൽ എന്നോടും നിങ്ങളോട് ഉണർത്തുകയാണ്. സർവ്വലോക പരിപാലകനായ റബ്ബ് നന്മയുടെ കാര്യങ്ങളിൽ കൂടുതൽ ആവേശപൂർവ്വം മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളോടും ദുശ്ശീലങ്ങളോടും വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളുണ്ട്. മരണത്തോട് മുഖാമുഖം കണ്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുണ്ട്. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായി വേദനിക്കുന്നവരും മാനസികമായി വേദനിക്കുന്നവരും ഒക്കെയുണ്ട്. എല്ലാം അറിയാവുന്ന നാഥ, എല്ലാവർക്കും സമ്പൂർണ്ണമായി ശിഫ നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെയും അവരെയും നീ രക്ഷിക്കണമേ നാഥ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി നിങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. പരിശുദ്ധ റമളാനിലേക്ക് ആഫിയത്തോടെ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാഥ. കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനുള്ള തൗഫീഖ് തരണമേ നാഥ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم احفظ دولة الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر